നമസ്കാരം ഗൈസ്. ഇന്നലെ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് ജാഫറാണ്. ജാഫർ അങ്കിളാണ്, നമ്മുടെ ജാസ്മിൻ്റെ അച്ഛൻ. അപ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലടാ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയത്. കാരണം ഐ തോട്ട് അഫ്സൽ റീജോയിൻ ആവും, പാച്ചപ്പ് ആവും എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. സ്റ്റാർട്ടിങ്ങിൽ അഫ്സൽ കൊടുത്ത ടെഡി ബിയർ ആണ് അത്. അപ്പോൾ ബിഗ് ബോസ് അത് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ജാഫർക്ക് ഈ പണ്ടത്തെ ആൾക്കാർ പറയും കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കിയെന്ന്. ആ അവസ്ഥയിലായി. വെള്ള പൂശി ഇവിടെയും ബലിയാടായത് ഒരു തരത്തിൽ പറഞ്ഞ അഫ്സൽ തന്നെയാണ്. ഒരു സീസൺ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് പണ്ടാറടങ്ങുന്ന ഒരവസ്ഥ വളരെ ശോകമാണ്. കാരണം ജാസ്മിൻ്റെ സീൻ പൊട്ടിയോടുകൂടി അഫ്സലിന് ഒരുപാട് സൈബർ ബുള്ളിങ്ങും, അഫ്സൽ ഫോഴ്സ്ഫുള്ളി സോഷ്യൽ മീഡിയയിൽ വരേണ്ട അവസ്ഥയും പല കാര്യങ്ങൾ സംസാരിക്കേണ്ട അവസ്ഥയും, പല ആൾക്കാരും ഞാൻ ഉൾപ്പെടെ ഈ ഒരു പേര് എടുത്തിടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോടാണ് ചോദ്യം. ടെഡി പേര് കൊടുത്തില്ല, പല പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞിട്ടും കൊടുത്തില്ല. എന്നിട്ട് ആര്യയുടെയും സിബിൻ്റെയും ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ജാഫറിന് അങ്കിളിന് ആര്യയ്ക്ക് അങ്ങനെ ഒരു വോയിസ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ ആര്യ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ കണ്ടു, സംസാരിച്ചു. അതിന് ആവശ്യമില്ലാതൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം ഉപ്പുന്നവനെ വെള്ളം കുടിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതിൽ കള്ളത്തരമുള്ളതുകൊണ്ടാണ് ആര്യയ്ക്ക് അങ്ങനെ ഒരു വോയിസ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആര്യ പറഞ്ഞ മാതിരി ഈ ടെഡി ബിയർ കൊടുത്തില്ലെങ്കിൽ, മേക്കേഴ്സിനോട് ടെഡി ബിയർ കൊടുത്തില്ലെങ്കിൽ കയറില്ല, ജാസ്മിനെ ഇറക്കിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചാനൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഷോ നടത്തുന്ന ടീം നിങ്ങൾ പേടിച്ചു പോയോ? പുള്ളി വന്ന് ത്രട്ടം ചെയ്ത് അലമ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ബിഗ് ബോസ് ആ ടെഡി ബിയറിൻ്റെ അടുത്തങ്ങ് പാണ്ഡ്യ അടുത്തങ്ങ് കൊടുത്തു. അപ്പം അത്രേ ഉള്ളോ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം? അപ്പം അത്രേ ഉള്ളോ മേക്കേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ? റൂൾസ് ഓൾവേസ് റൂൾസ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടും ജാഫർക്ക് വന്ന് തഗ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ സാധനം നൈസായിട്ട് അവിടെ കൊടുത്തു. അപ്പം അഫ്സലിന് ഈ പറഞ്ഞ മാതിരി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറൊരു വ്യക്തി അഫ്സലിനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണ് എയർപോർട്ടിലേക്ക് എന്നുള്ള കഥകളും കാര്യങ്ങളും നമ്മളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഐ തോട്ട് ഇതിപ്പം ആ ഒരു വ്യക്തിയും ജാഫറും നമ്മുടെ അഫ്സലും കൂടിയും പോയി എയർപോർട്ടിൽ ആക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപക്ഷെ പ്രേക്ഷകരും ഇത് പാച്ചപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അഫ്സൽ ഇപ്പോൾ ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ്. ടെഡി ബിയറിൻ്റെ കഥയും അതാണ്. കാരണം ജാഫർ അങ്കിൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം സ്വന്തം കുട്ടിയുടെ ആ ഒരു സെൽഫിഷ് പാരന്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം കുട്ടിയുടെ സുഖവും കാര്യങ്ങളും ആ ഒരു മിനുക്കലും മാത്രമേ പുള്ളി ശ്രദ്ധിക്കുന്നുള്ളൂ. വേറെ ഒരാളുടെയും കാര്യങ്ങളൊന്നും പുള്ളി ശ്രദ്ധിക്കുന്നുമില്ല. ആൻഡ് ബിഗ് ബോസ് ആ പാണ്ഡ്യ എടുത്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷോ നിർത്തേണ്ട വരുമായിരിക്കും. ജാഫർ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഷോയിൽ കയറില്ലായിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിനെ ഇറക്കേണ്ട വരുമായിരിക്കാം. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആവുമല്ലേ. അപ്പം ഇങ്ങനെ പാരൻസ് വാശി പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വന്നിട്ട് ഒരു ബലം പിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ ആർക്കെങ്കിലും വന്നിട്ട് ബലം പിടിച്ച് നിന്ന് പോകാമെന്നുള്ളൂ ഷോ. എനിക്കറിയില്ല അതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ. അപ്പോൾ ജാഫർക്ക് ഇപ്പോൾ വീണ്ടും തഗ്ഗായിരിക്കുകയാണ്. വീണ്ടും പാവം പയ്യനെ എടുത്തിട്ട് ഇതാക്കി. അതുപോലെ തന്നെ പല കാര്യങ്ങളും സംസാരിച്ചു. ഇപ്പോൾ ഗബ്രിയോട് പറഞ്ഞ കാര്യം അത് ന്യായം. സ്വന്തം മോൾക്ക് വേണ്ടി സംസാരിച്ചത്, ഇനി മേലെ നീ അവിടെ ഇവിടെയും പോയിട്ട് എൻ്റെ മോളുടെ പേര് എടുത്തിട്ടിരുന്നു പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് അപ്രീഷിയേറ്റബിൾ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. വേറെ പേരൊന്നും പറയാൻ പാടില്ല. നീ കെട്ടിപ്പിടിക്കുന്ന ഉമ്മാക്കിയൊന്നും വിഷയമില്ല എന്ന് പറഞ്ഞു. ഇനി മേലെ നീ ഇത് സംസാരിക്കരുത് വാണിംഗ് കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ആര്യയ്ക്ക് വോയിസ് അയക്കുക, അല്ലെങ്കിൽ ആര്യ വന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അപ്പോൾ ടെഡി ബിയറിൻ്റെ പുറകിലുള്ള കഥയും കാര്യങ്ങളൊക്കെ ഇതാണ്. അഫ്സൽ എയർപോർട്ടിൽ എത്താനുള്ള കാര്യങ്ങളുടെ കഥയും ഇതാണ്. അപ്പോൾ ലൈക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസൺ 6 എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ബിഗ് ബോസ് അകത്തല്ലായിരുന്നു, പുറത്തായിരുന്നു. അതിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഗെയിം സ്ട്രാറ്റജി നമ്മുടെ ജാഫർ അങ്കിളിൻ്റെ ആയിരുന്നു.